ഞങ്ങൾക്ക് രണ്ടുപേരുണ്ട്. ഒരാളുണ്ട് മറ്റൊരാളവിടെ ഓടി കളിക്കുന്നുണ്ട്. ഹീസ് 3 years old. എനിക്ക് മകൻ്റെ അത്ര അറിയത്തില്ല, അവർ പെട്ടെന്ന് പറയാം. ഞങ്ങൾ ആക്ച്വലി 3 weeks വെക്കേഷന് വേണ്ടി വന്നതാണ്. ഞങ്ങൾ ഇങ്ങനെ ഒത്തിരി സമയമില്ലായിരുന്നു. കഴിഞ്ഞിപ്പോൾ 1.5 വർഷമായി. കാരണം പെട്ടെന്ന് നമ്മുടെ ചേട്ടൻ ഡോക്ടറാണ്. അപ്പം ഡോക്ടറോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു കപ്പിൾസ് റിട്രീറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് അറ്റൻഡ് ചെയ്യണം. ജസ്റ്റ് ഞങ്ങളിവിടെ കല്യാണം കഴിച്ചത് 2020 5 വർഷമായി. അപ്പം ഇങ്ങനെ കപ്പിൾസ് ആയിട്ടൊന്നും കൂട്ടിയിട്ടില്ല. അതേ കാരണം അങ്ങനെ ഒന്ന് തോന്നുന്നത് കൂടുക. ഇറ്റ് വാസ് ഗുഡ്. റിട്രീറ്റ് നല്ലതായിരുന്നു. തൃശ്ശൂർക്കാരൻ മലയാളം ചില ഫാസ്റ്റാണ്, പക്ഷെ അല്ല മീനിങ് ചില മനസ്സിലാക്കാൻ സമയം എടുത്തു. അത് കാരണം വൈഫുണ്ടായിരുന്നു ട്രാൻസ്ലേറ്റർ ആയിട്ട്. അത് കാരണം കുറെ കാര്യങ്ങൾ ചോദിച്ചു. പക്ഷെ എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഇന്നിപ്പോ ഇന്നത്തെ ക്ലാസ് സൈക്കോളജിയുടെ ക്ലാസ്സും അതൊക്കെ കുറെ കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്. പക്ഷെ എന്നാലും അതൊരു റിവീലിംഗ് ഇൻഫർമേഷൻ ആയിരുന്നു. പിന്നെ അടുത്ത ഡോക്ടറുടെ ക്ലാസ് പിള്ളേർക്ക് എന്താ വേണ്ട ഇപ്പൊ ഈ യങ് പ്രായത്തിലുള്ളവർക്ക്. അപ്പൊ ഞങ്ങളുടെ അസൈൻ ടാർഗറ്റ് ഏജ് ആണ് 3 years 1.5 year. അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചായിരുന്നു ഡോക്ടർ എന്താ പറയുന്നത്. ഞാൻ 5 പിള്ളേരോട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. അപ്പൊ അങ്ങനെ അതെല്ലാം ഞാൻ കേട്ട് ശ്രദ്ധിച്ചു. പിന്നെ ഇന്നത്തെ ക്ലാസ്സുകൾ ഇങ്ങനെ ഇന്റേണൽ കൊണ്ട് പോലെ മുറിവുകള് അതിനെ കുറിച്ചൊക്കെ ഞാൻ കേട്ടായിരുന്നു. അപ്പം അതൊക്കെ കുറെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ അതർവൈസ് കപ്പിൾസിന്റെ ഞങ്ങൾ ഒത്തിരി ഷെയർ ചെയ്തെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പിന്നെ പിള്ളേരുടെ കാര്യത്തിലാണെങ്കിലും ഫ്യൂച്ചറിൽ അടുത്ത ഇമ്മീഡിയറ്റ് ഫ്യൂച്ചറിൽ എങ്ങനെയാണ് മുമ്പോട്ടേക്ക് പോകേണ്ടത് ആളിപ്പോ കണ്ടത് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ചെറിയ ഡിസിപ്ലിനൊക്കെ ആവശ്യമുണ്ട്. ഞാൻ ഇങ്ങനത്തെ ഒത്തിരി കൂടിയിട്ടുണ്ട്. ഞാൻ എസ്പെഷ്യലി ആയുർവേദിക്കാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസസ് അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കൊണ്ട് പറഞ്ഞപ്പോൾ അത്രത്തോളം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ച് വലിയ ഉറപ്പുണ്ടായില്ല. പക്ഷെ എന്നാലും ഒത്തിരി ആൾക്കാരെ സഹായിച്ചു. ഒത്തിരി ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി ഫോർ ദാറ്റ്. ഡോക്ടർ സ്പെഷ്യൽ താങ്ക്സ്. ഡോക്ടർ നോക്കി ക്ലാസ്സെല്ലാം ഒരുവിധം മോസ്റ്റ്ലി അറ്റൻഡ് ചെയ്യാൻ പറ്റിയിരുന്നു. അത് കാരണം നല്ല ആരാധനയും നല്ലതായിരുന്നു. ചേച്ചിയുടെയും ക്ലാസ് അത് നല്ലതായി തോന്നി. കാരണം നമ്മൾ കുറെ തിയറി കേൾക്കുന്നതിനേക്കാളും വ്യത്യസ്തമായി പ്രാക്ടിക്കൽ ലൈഫിൽ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അങ്ങനെ ചെയ്ത ആൾക്കാരുടെ എക്സ്പീരിയൻസസ് അടക്കം എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് നമ്മുടെ മൈൻഡ്സിനെ പെട്ടെന്ന് ടച്ച് ചെയ്യുന്നതാണ്. അത് വലിയ വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി എനിക്ക്. അങ്ങനത്തെ ആണ് ശരിക്കും ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമെന്ന് തോന്നി. കാരണം കുറെ തിയറീസ് കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളത് നോക്കിയിരിക്കുള്ളൂ. പക്ഷെ ഒരാളുടെ ടച്ചിങ് ലൈഫ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ആളെ ഈശോ എങ്ങനെയാണ് കൊണ്ടത് എന്നുള്ളത് കേൾക്കുമ്പോൾ അതിന്റെ എവിടേക്കോ അത് ഡിസ്ക്രൈബ് ചെയ്യുന്നതിൽ തന്നെ നമ്മളുടെ ജീവിതം നമ്മൾ അതിനോട് ചേർത്ത് വെച്ച് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരുവിധം എല്ലാ കപ്പിൾസിനെയും എനിക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. കാരണം ചേട്ടനായിട്ട് ഒരുപാട് ആൾക്കാർ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ വളർത്തി വന്നിട്ടുള്ളത്. അവരുടെ ക്ലാസ് ഞാൻ മുമ്പ് കേൾക്കുന്നത് കപ്പിൾ കേൾക്കാൻ പറ്റിയത് ഇപ്പോഴാണ്. ഇറ്റ്സ് ഗുഡ്. ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. എന്താ പറയാ, കുറെ നാളിങ്ങനെ ട്രൈ ആയിട്ട് പെട്ടെന്നൊരു എന്താ പറയാ വെള്ളം കിട്ടിയൊരു അവസ്ഥയായിരുന്നു. കാരണം അങ്ങനെയൊന്നും പിള്ളേരായതിനു ശേഷം അങ്ങനെ പോകാനായിട്ട് പറ്റാറില്ല. സ്പെഷ്യൽ താങ്ക്സ് ഫോർ ഓർഗനൈസിംഗ്. ഒരു കാര്യം പറയാനുണ്ട്. എനിക്കൊരു കാര്യം ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നീയിപ്പം പറഞ്ഞ പോലെ റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് ആയിരുന്നു. അപ്പം ഒരു കാര്യം ഞങ്ങള് എനിക്കൊരു അക്സെപ്റ്റ് ചെയ്യാൻ വന്നത് ഇപ്പം കപ്പിൾസ് ഇപ്പം വന്നപ്പോഴും നോട്ട് എവറിബഡി ഹാഡ് ഗുഡ് ന്യൂസ്. അവരുടെ സ്വന്തം ഓൺ ലൈഫ് എക്സ്പീരിയൻസ് എവറിബഡി വാസ് ഡിഫറെന്റ്. അപ്പൊ ഇന്നലത്തെ വൈകുന്നേരം ഓൾമോസ്റ്റ് അവസാനത്തെ സെഷനിൽ വന്ന അവരുടെ ലൈഫ് സ്റ്റോറി ഒക്കെ കേൾക്കുമ്പോൾ ഇച്ചിരി വേദനിക്കും. So it was good to know, like, not everybody is എന്താ പറയുക, നമുക്കൊരു ഇതുണ്ട്, ലൈക്ക് പെർഫെക്റ്റ് ലൈഫ് എങ്ങനെയാണ് കപ്പിൾസിന്റെ.
പക്ഷെ അങ്ങനെയല്ല റിയാലിറ്റി. ഐ മീൻ ആണെങ്കിൽ നല്ലത് പോയി, മോസ്റ്റ് ലൈക്ലി നോട്ട് റൈറ്റ്. അതൊക്കെ ഒന്ന് I'm glad that I know that.